ബദർ യുദ്ധം നടന്നു. അബൂജഹൽ അടക്കമുള്ള ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉത്ബത്ത് ബിൻ റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, ഇങ്ങനത്തെ വമ്പന്മാർ മുഴുവനും കൊല്ലപ്പെട്ട യുദ്ധമാണ് ബദർ. സ്വഹാബികൾ പേടിച്ചു, അവർക്ക് ഭയമുണ്ടായി. പുണ്യനബിതങ്ങൾ വരെ താണുകയാണ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ ഒരു ചെറിയ സംഘം, ഈ സംഘമെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ഈ സംഘമെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ, ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, നിനക്ക് ഇബാദത്തിന് ലോകത്ത് ആളുണ്ടാവില്ല റബ്ബേ. ഖാത്തിമുർ റസൂലാണ് റസൂലുള്ളാഹി, അന്ത്യപ്രവാചകരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു നബിയോ അവരുടെ അസ്ഹാബുകളോ ഒന്നും ഇവിടെ വരാനില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ നീ സഹായിക്കണമേ. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് മുഅ്മിനീങ്ങളെ സഹായിക്കലെന്ന്. അവിടെ സഹായമെത്തി. ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണെന്ന് പറഞ്ഞ ആളാണ് അബൂജഹൽ, അംർ ഇബ്നു ഹിഷാം. ആ അബൂജഹല് കൊല്ലപ്പെടുന്നത് 2 കുട്ടികളുടെ കൈകളാലാണ്. എത്ര വലിയ അത്ഭുതം നോക്കി. മുആദ്, മുഅവ്വദ് എന്ന് പറയുന്ന 2 കുട്ടികൾ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് അബൂജഹലിന്റെ തല കൊണ്ടുവരുന്നത്. ലഖദ് ഇർതഖൈത സഅബൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹൈറ്റും വെയിറ്റും ഇല്ലാത്തൊരു സ്വഹാബിയായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ വെയിറ്റാണ്. അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു എന്നാ. അപ്പോൾ പറഞ്ഞു, നീ വല്ലൊരു ഉയരത്തിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ എന്ന്. ജീവൻ പോകാൻ നിൽക്കുന്ന നേരത്ത് ഫിർഔനു ഹാദിഹിൽ ഉമ്മ, അബൂജഹൽ പറഞ്ഞ വാക്കാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ തല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നബി തങ്ങൾ ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്തേ നബിയെ? അപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വലിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചിരിക്കുകയാണ്. അന്ന് കഅബയുടെ അടുത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ, നോക്കണം, ഖുർആൻ ഓതുന്നത് സഹിക്കാൻ പറ്റാതെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവി അടിച്ചു പൊട്ടിച്ച ആളായിരുന്നു അബൂജഹൽ. അപ്പോൾ പുണ്യനബി തങ്ങളോട് പറയാൻ, നബിയെ, ഇതിന് പകരം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് അള്ളാഹു പ്രതികാരമെടുക്കുന്നൊരു ദിവസമുണ്ട്, റബ്ബ് പ്രതികരിക്കുന്നൊരു ദിവസമുണ്ട്. അങ്ങനെ അബൂജഹലിൻ്റെ ചെവിക്കൊരു കുളത്തിട്ടിട്ടാണ് കൊണ്ടുവരുന്നത് എന്നാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദെ, ഓർമ്മയുണ്ടോ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചെവിക്ക് ഇതുപോലെ അവൻ വേദനിപ്പിച്ച് മുറിവാക്കിയത് ഓർമ്മയുണ്ടോ? അതുപോലെ അവൻ്റെ ചെവിക്കാണ് നിങ്ങളിപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇത് അള്ളാഹു ചെയ്ത പ്രതികരണമാണ്. നിങ്ങളോട് ഇങ്ങനെ ചെയ്തില്ലേ, അതിന് പകരം അള്ളാഹു ചെയ്തതാണ്. എന്നിട്ട് ഇവരുടെയൊക്കെ കബന്ധങ്ങൾ, ഡെഡ് ബോഡികൾ ഖലീബ് ബദർ, ബദറിലെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുവന്ന് എറിയുകയാണ്. സ്വഹീഹ് ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീത്താണിത്. അവരുടെ അടുത്തേക്ക് നബി തങ്ങൾ ചെല്ലുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനാദാഹും, അവരെ നബി തങ്ങൾ വിളിച്ചു, യാ അബാ ജഹൽ ഇബ്നു ഹിഷാം, അബൂജഹലെ, യാ ഉമയ്യത്ത് ഇബ്നു ഖലഫ്, ഉമയ്യത്ത് ഇബ്നു ഖലഫെ, യാ ഉത്ബത്ത് ഇബ്നു റബീഅ, യാ ഷൈബത്ത് ഇബ്നു റബീഅ, ഉത്ബയെ, ഷൈബയെ, അലൈസ ഖദ് വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ, അല്ലാഹു നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സത്യമായും കിട്ടിയോ? അല്ലാഹു പറഞ്ഞ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയില്ലേ? ഫഇന്നി വജദ്തു മാ വഅദനി റബ്ബി ഹഖ്ഖാ, അല്ലാഹു എനിക്ക് വാഗ്ദത്തം ചെയ്ത വിജയം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ശിക്ഷ കിട്ടിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയാണ്. മഹാനായ ഫാറൂഖ് എന്നവർ പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യസ്മഊൻ, അവർ കേൾക്കുമോ നബിയെ? അവരെങ്ങനെ കേൾക്കുക? അവരെ കേൾക്കുമോ? വഅന്നാ യുജീബൂൻ വഖദ് ജയ്യഫു, മരിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടായി ചോദ്യം. അവരുടെയൊക്കെ ശരീരങ്ങൾ അഴുകി തുടങ്ങിയില്ലയോ നബിയെ? അവർക്ക് കേൾക്കുമോ? വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹും,
ഞാനീ പറയുന്നത് അവർ കേൾക്കുന്ന പോലെ നിങ്ങൾ പോലും കേൾക്കുന്നില്ല, അത്ര കൃത്യമായി അവർ കേൾക്കുന്നുണ്ട്. വലാകിന്നഹും ലാ യഖ്ദിറൂന അൻ യുജീബു, മറുപടി പറയാൻ അവരെ കൊണ്ട് കഴിയൂല, അവർ കേൾക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരൊക്കെ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ അസ്ഹാബിനെ ഒരുപാട് വേദനിപ്പിച്ചവരാണ്, അവിടുത്തെ കൊലകൊമ്പന്മാരായിരുന്നു എന്നാ അല്ലാഹു തആല പിടിച്ചു. അബൂജഹലൊക്കെ ബദർ യുദ്ധം നടക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അബൂജഹൽ വന്നത് അബൂ സുഫിയാൻ എന്നവരുടെ അന്നത്തെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താനാണ്. ആ കച്ചവട സംഘം ഒരു പോർലുമേൽക്കാതെ കടലോരം വഴി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ യുദ്ധത്തിന് പോണോ എന്ന് ചോദിച്ചപ്പോഴാണ് അബൂജഹൽ പറഞ്ഞത്, പോകണം, നമുക്കവിടെ ചെന്ന് മദ്യം കുടിച്ച് ഉന്മാദിച്ച് രസിച്ച് മദീനയിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ തുടച്ചു നീക്കിയിട്ട് നമ്മൾ അറബികളുടെ മുമ്പിൽ വിളിച്ചു പറയും, ഞങ്ങളാണ് ഇവരെ ഇല്ലായ്മ ചെയ്തത്. അങ്ങനെ നമുക്ക് നെഞ്ചു വിരിച്ച് നടക്കണം അറേബ്യയിൽ. അതുകൊണ്ട് പോവാം. അവർക്കവരുടെ ഒട്ടക സംഘത്തെ രക്ഷപ്പെടുത്തലേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒട്ടക സംഘത്തെ പിടിക്കാനാണ് നബി തങ്ങൾ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോകാൻ കാരണം മുസ്ലിമീങ്ങൾ ഹിജ്റ ചെയ്ത് വന്നപ്പോൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ വീടും പറമ്പും സാധനങ്ങളും അവരുടെ ഷോപ്പും അവരുടെ ഈത്തപ്പനകളും ഇതൊക്കെ അവിടെ ഇട്ടിച്ചാ പോകുന്നത്. അത് മുഴുവൻ പെറുക്കി വിറ്റിട്ട് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ കാശ് കൊണ്ട് ആയുധം വാങ്ങി മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ വരുന്നത്. ആ കച്ചവട സംഘത്തെ നബി തങ്ങൾ പിടിക്കുന്നത്. അതാണ് ബദറിൻ്റെ കാരണം. നമ്മൾ അറിയണം, ബദർ ഒരിക്കലും മുസ്ലിമീങ്ങൾ തുടങ്ങി വെച്ച യുദ്ധമല്ല. ബദറിൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ നബി തങ്ങൾ പോകുന്നതിന് ന്യായമുണ്ട്. ആ കച്ചവട സംഘത്തിലുള്ള മുഴുവൻ സാധനവും ആരുടേതാണ്? മുസ്ലിമീങ്ങളുടേതാണ്. കാരണം അവരുടെ സാധനം മക്കയിലുള്ളത് മുഴുവൻ വിറ്റുപെറുക്കിയിട്ടാണ് അവർ കച്ചവട സംഘത്തിൻ്റെ കൂടെ പോയി ഷാമിൽ നിന്ന് ആയുധം വാങ്ങി വരുന്നത്. എന്തിന്? ആരവരുടെ ശത്രു? മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത് പിടിക്കണം. അൽ ഈർ, ആ കച്ചവട സംഘത്തിന് ഈർ എന്നാണ് പറയുക. ഏത് കച്ചവട സംഘത്തിന് അറബിയിൽ ഈർ എന്നാ പറയാ, കാരവൻ, ഈർ. ആ ഈറിനെ പിടിക്കാൻ വേണ്ടി നബി തങ്ങൾ പോകുന്നത്. തങ്ങളുടെ എത്തി അല്ലാഹു തആല ആ ഒരു വിഷയം മറയിട്ട് കൊടുത്തു. തങ്ങൾ അറിഞ്ഞില്ല. അബൂ സുഫിയാനും സംഘവും മറ്റു വഴിക്ക് തിരിച്ചുപോയി. ഇവർ ബദറിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും ഇവർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വഴിയിൽ നിന്ന് ആരോ പറഞ്ഞു, നിങ്ങളുടെ യാത്രാസംഘം രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോകണോ? എന്നാലും നമ്മൾ പോവുകയാണ്. അങ്ങനെ വന്നവരാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വലിയ ടോർച്ചറൊക്കെ നമ്മൾ അറിയുന്നവരാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു എത്ര കഷ്ടപ്പെട്ടു എന്ന്. ബിലാൽ എന്നവരുടെ സ്വന്തം ഉടമസ്ഥനായ ഉമയ്യത്ത് ബിൻ ഖലഫ് കൊല്ലപ്പെടുന്നത് ബിലാൽ എന്നവരുടെ കൈകളിലാണ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തങ്ങളോട് പ്രതികാരം ചെയ്ത മുഴുവൻ ആളുകളെയും അല്ലാഹു തആല വകവരുത്തി. സമയമുണ്ടായിരുന്നു. ഒരു 12-13 കൊല്ലം നബി തങ്ങൾ സഹിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 കൊല്ലം സഹിക്കുകയായിരുന്നു ഇവരെ. 13 കൊല്ലം, 1, 2, 3 അല്ല, 13 വർഷം. നുബുവത്തിൻ്റെ കാലഘട്ടം ആകെ 23 അതിൽ 13 കൊല്ലം സഫറിംഗ് ആണ്, ടോർച്ചറാണ്. തിരിച്ച് പ്രതികരിക്കാൻ പോലും അനുവാദമല്ല. അങ്ങനെ മദീനയിൽ ഖുബാ പള്ളിയൊക്കെ ഉണ്ടാക്കി സ്വഹാബിമാർ അവിടെ റാഹത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് ഒരാൾ വന്നിട്ട്, ഒരു ദൂതൻ വന്നിട്ട് നബി തങ്ങളോട് വന്ന് പറയുന്നത്, നിങ്ങളിവിടെ ഇങ്ങനെ നിസ്കരിച്ച് കുമ്പിട്ട് ഇരുന്നോളൂ, നിങ്ങളുടെ സാധനങ്ങളും നിങ്ങളുടെ എല്ലാ മുതലും മക്കക്കാർ പിടിച്ചടക്കിയിരിക്കുകയാണ്. അബൂ സുഫിയാനും കൂട്ടരും അതൊക്കെ എടുത്തിട്ട് വിറ്റ് കുറേ സാധനം പെറുക്കി കൊണ്ടുപോയി. ആ കൊണ്ടുപോയതാണ് ഷാമിലേക്ക്, ഡമസ്കസിലേക്ക്, ഫലസ്തീനിലേക്ക്. നിങ്ങൾക്ക് അഭിമാനബോധമല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യണില്ലേ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്, ഞങ്ങളിപ്പോൾ യുദ്ധത്തെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. പറഞ്ഞു, ഓ നിങ്ങളൊരു സമാധാനപ്രിയരാണല്ലേ, എന്നാൽ നിങ്ങൾ സമാധാനം പറഞ്ഞിരുന്നോളൂ. ഹംസ റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് പറയാൻ, ആരാണിവിടെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്? ഈ പറഞ്ഞ ആള് മദീനയുടെ രാജാവാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല, മുനാഫിക്കുകളുടെ നേതാവ്. അയാളാണ് ഈ ന്യൂസ് കൊണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞു, ആരാണ് ഇവിടെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത്? ഞങ്ങളുടെ റസൂൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും. ഞങ്ങളുടെ റസൂൽ ഇപ്പം പറയുന്നു യുദ്ധമില്ല, അനുമതിയില്ല, ഞങ്ങൾ ചെയ്യൂല. എന്നാൽ പിന്നെ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിൽ ഹംസ റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ മുമ്പിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് തങ്ങളോട് യാചിക്കുന്ന പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ, നമ്മൾ ആരെയും ആക്രമിക്കാനല്ല റസൂലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്,
നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും നമ്മുടെ നാടും ഇതൊക്കെ നമുക്ക് അന്യമാക്കിയിട്ട് നമ്മൾ ഇട്ടേച്ചു പോയ മക്കയിലെ നമ്മുടെ സമ്പത്തും കൂടെ കൊള്ളയടിക്കുമ്പോൾ അതിന് പ്രതികരിക്കാൻ അള്ളാഹുവിനോട് അനുമതി വാങ്ങിച്ചു തരൂ റസൂലേ, നിങ്ങൾ വാങ്ങിച്ചു തരണം നബിയെ. തങ്ങൾ പറഞ്ഞു, ഹംസ, അള്ളാഹുവിൻ്റെ അനുമതിയില്ല. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അതാണ് ഖുർആനിൽ യുദ്ധം അനുവദിച്ചുകൊണ്ടിറങ്ങിയ ആദ്യത്തെ ആയത്തതാണ്. ഉദിന ലില്ലദീന യുഖാതലൂൻ, ആരാണോ യുദ്ധം ചെയ്യപ്പെടുന്നത് അവർക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാനല്ല ആഹ്വാനം. അവരോട്, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യപ്പെടുകയാണ്, അവർ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനത്തെ വിക്ടിംസ് അവർക്ക് അനുമതി നൽകിയിരിക്കുന്നു. എന്തിന്? പ്രതികരിക്കാൻ. എന്തിനെന്ന് പോലും അല്ലാഹു പറഞ്ഞില്ല. ഉദിന ലില്ലദീന യുഖാതലൂൻ, എന്തിന്? ബിഅന്നഹും ളുലിമു, അവർ മദ്ലൂമീങ്ങളാണ്, അവർ ആക്രമിക്കപ്പെട്ടവരാണ്. അതിൻ്റെ പേരിൽ അവർക്ക് പ്രതികരിക്കാൻ അനുമതിയുണ്ട് എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ അല്ലാഹു മതി. അങ്ങനെയാണ് ബദറിലേക്കുള്ള യാത്രയുണ്ടാകുന്നത്. ഇത് നമ്മൾ ചരിത്രം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തങ്ങൾക്ക് ബ്ലഡ് ഷെഡ് ഇഷ്ടമല്ല, രക്തമൊഴുക്കുന്ന നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരു ചോരക്കളി തങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യും. ഏതെങ്കിലും ഒരു നിലക്കത് വേണ്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ തങ്ങൾ യുദ്ധമില്ലാതെ ഒഴിവാവും.